ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ ധൃതി പിടിച്ച് റെഡിയാവുന്നത് എവിടേക്കാണെന്നറിയോ? ഇന്ന് എനിക്ക് അനോമലി സ്കാനിങ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ മാസം ഞങ്ങൾ പോയി ബുക്ക് ചെയ്തപ്പോൾ അവർ നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ രാവിലെ എണീച്ച് റെഡിയാവുകയാണ്. എനിക്ക് വേണ്ടി ഏട്ടൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. ഇതാണ് കേട്ടോ ഹോസ്പിറ്റൽ. വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളിപ്പോൾ സ്കാനിങ്ങിൻ്റെ അവിടേക്ക് നടക്കുകയാണ്. ഞങ്ങൾ കുറച്ച് നേരത്തെ ആയ കാരണം സ്റ്റാഫുകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും അവരെന്നെ സ്കാനിങ്ങിന് വിളിച്ചു. ഞാൻ പിന്നെ സ്കാനിങ്ങിൻ്റെ അങ്ങോട്ട് പോയി കേട്ടോ. എനിക്ക് ചെറുതായി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. 2 പ്രാവശ്യമായിട്ടാണ് സ്കാനിങ് ചെയ്തത്. ആദ്യത്തെ സ്കാനിങ് പെട്ടെന്ന് കഴിഞ്ഞു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബേബിയുടെ പൊസിഷൻ ചേഞ്ച് ആയാലാണ് അടുത്തത് എടുക്കാൻ പറ്റൂ. അതുകൊണ്ട് അവർ എന്നോടൊന്ന് നടന്നിട്ട് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാൻ പറഞ്ഞിരുന്നു. ഇതാണ് കേട്ടോ ഇവിടുത്തെ ക്യാൻറ്റീന്. ഇവിടെ ബിരിയാണി ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ 2 മസാല ദോശയും 2 ലൈമാണ് കേട്ടോ പറഞ്ഞത്. ഇവിടുത്തെ മസാല ദോശ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് വീണ്ടും സ്കാനിങ്ങിൻ്റെ അവിടേക്ക് പോയി. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ വീണ്ടും പോസ്റ്റായിരുന്നു. ഒരു 2 മണിയൊക്കെ ആയിരുന്നു കേട്ടോ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ. അപ്പോഴേക്കും ഡോക്ടർ പോയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഇനി 4 മണിക്കേ വരുള്ളൂ. വിശപ്പൊന്നും ഇല്ലെങ്കിൽ ഞങ്ങളൊന്നും കൂടെ ക്യാൻറ്റീനിലേക്ക് പോയി കേട്ടോ. ഞാനൊരു ബിരിയാണിയും ഏട്ടൻ 2 പൊറോട്ടയും ഒരു ബീഫ് ഫ്രൈ ആണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ വന്നു കേട്ടോ. ഡോക്ടർ റിപ്പോർട്ടൊക്കെ കണ്ടു കേട്ടോ. കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഒരു ആശ്വാസമായേ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്കാനിങ്ങിൻ്റെ വിശേഷം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.